the skin, in the face, in the body. അയ്യോ ഇതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ second time, I mean third time. കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു. So thank you for having me again. So this time it's with a very special film. And I have the entire crew here, director Shashank, and my co-star in the life of the film, Sarah. So people ask me who's my favorite co-star or co-actors I work with. By far, it's this little one here. We had an absolute ball shooting this film. We shared a bond of two best friends, a brother, sister, a father, daughter, and beyond. We had so much fun making this film for you. And Pairi, he's the music director. ഞങ്ങളൊരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. We hope to launch it here. We're ready with it. Hopefully soon. And he's the man, SS Karthikeya. Don't get too excited. He's married and he's married to my sister. Yeah, so this film wouldn't have been possible without any of these guys. And I'm so thankful to God that I got to do this film. I had so much fun making this video, and I just hope that you guys have fun watching it. Thank you so much. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സിനിമയാണ്. ഒരു ഭയങ്കര ബ്രീസി ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ചെറിയ തമാശകളും ചെറിയ പ്രണയങ്ങളൊക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഗിരീഷ് ഷേഡി ഫിലിമാണ്. നിങ്ങളൊക്കെ ഗിരീഷ് ഷേഡി സിനിമ കണ്ടിട്ടില്ലേ? ഇഷ്ടമാണോ ഗിരീഷ് ഷേഡി പടങ്ങൾ? അപ്പോൾ നമുക്ക് ഫാമിലിക്ക് നമ്മുടെ പാരൻസും നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഭയങ്കര രസകരമായിട്ടുള്ള പടമാണ്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന കഥയാണ് ബദലെ കൊടുപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് നമ്മുടെ ഒരു സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മേരി ആഷ്ലിൻ ഒരു ചെറിയ പോർട്രേറ്റ് വരച്ചിട്ടുണ്ട് നിവിചേട്ടന് വേണ്ടി. അതൊന്നും ഈ വേളയിൽ തരികയാണ്. ചെറിയൊരു ചളക്കുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ട്. ട്രീസ is here with another small gift for you. തല ഓർമ്മയില് വെച്ചേ. ഓക്കെ, താങ്ക് യു. ഹായ് ചേട്ടാ, എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻ. ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ചേട്ടനെ കണ്ടു ഇങ്ങനെ നേരിട്ട് ഒരിക്കലും കാണാൻ വിചാരിക്കാത്ത ഒരാളാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഫോർ യു ഇസ് ലൈക്ക്, ചേട്ടൻ്റെ ജീവിതത്തിൽ ലൈഫിൽ വൺ ടൈം ഇഫ് യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, വാട്ട് വുഡ് ഇറ്റ് ബി ദാറ്റ് യു വാണ്ട് ടു ഡു ഫസ്റ്റ്? ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മനസ്സിലായി? ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുക അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്നതിന്റെ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് പോയി ചായയും പരിപാടിയൊക്കെ കഴിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കോളേജിൽ വരുന്നത് ആദ്യം കാര്യം ചെയ്യുന്നത് അത് തന്നെയാണ്. താങ്ക് യു ചേട്ടാ ഫോർ യുവർ ആൻസർ. Thank you. We have the next question. Hi. Okay. So my question is like, ഈ ഓണത്തിന് അത് താങ്കളുടെ ഫ്രണ്ട്സിന്റെ 2 സിനിമ വരുന്നുണ്ട്. ഐ എം ഖലീഫയും ഐ എം ഗെയിമും. സോ ഞങ്ങൾ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഓണം ക്ലാഷ് കാരണം. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നത്? പൃഥ്വിയുടെ ഖലീഫ് വരുന്നുണ്ട്, ദുൽഖറിന്റെ ഐ ആം ഗെയിം വരുന്നുണ്ട്, ഞങ്ങളുടെ ബദലെ കൊടുപ്പിക്കത്തിൽ വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സിനിമ അകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും ഐ ആം ഗെയിമൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
ബൈ ദ വേ നിവിൻ ചേട്ടാ ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. ചെറുപ്പത്തിൽ എന്നെ ഒരു വട്ടം എടുത്തിട്ടുണ്ട്. അന്ന് ഭയങ്കര കുഞ്ഞായിരുന്നു, ഒരു ഫാമിലി ഡിന്നറിന്റെ സമയത്ത്. ഇപ്പൊ എടുക്കാൻ പറയാത്. ഒരു സെൽഫി പ്ലീസ്. ഹായ്, ഐ എം എ വെരി ബിഗ് ഫാൻ. ലൈക്ക് ഭയങ്കര ഫാനാണ്, ചെറുതാകുമ്പോൾ തൊട്ടേ ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മളിപ്പം പാട്ടൊക്കെ കണ്ട്, അപ്പോൾ ആ പാട്ടൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഒരു ഓം ശാന്തി ഓം ശാന്തിന്റെ ആ ഒരു വൈബാണ് അടിക്കുന്നത് അല്ലേ? യാ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാന. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണിങ്ങനെ നമുക്കിങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഫീൽ ബദലേം കുടുംബം കൂടി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. Thank you so much. Can we have one last question, please? Thank you so much for coming to this college. കുറേ ആൾക്കാരുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കും നിവിൻ പോളി കാണണമെന്ന് പറഞ്ഞ്, അതെല്ലാവരും ഫുൾഫിൽ ആയി. താങ്ക് യു സോ മച്ച്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കുറേ ജാനർ ചെയ്തിട്ടുണ്ട്, കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കത്തെ നിവിൻ പോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാന്ന് തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഉമേഷിനറിയോ? ഒരു 80% ഉമേഷും ഒരു 20% ജോർജുമാണ്. Okay, so I think we'll have one more question. ഒരു ചോദ്യം കൂടെ ആയാലോ? ഹായ്. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രയോ ആണ്. അത് ഫുൾ ഓഫ് കോമഡി ക്യാവസ് ആയിട്ടുള്ള ഒരു ട്രയോ ആണ്. അപ്പോൾ ഒരു വടക്കൻ സെൽഫി ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കൈവിട്ട് പോയൊരു മൊമെന്റ് ഷെയർ ചെയ്യുമോ? അതിലെല്ലാ സീൻ അങ്ങനെയായിരുന്നു. ചിരി കൺട്രോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണം, അപ്പം തന്നെ എനിക്ക് ചിരി വരും. എന്താണെന്നറിയില്ല, അത് എല്ലാവരും എന്നോട് പറയും ക്യാരക്ടറായിട്ട് നിൽക്കണം, സിനിമയിൽ സീരിയസ് ആയിട്ട് കാണണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. കാരണം എൻ്റെ മൈൻഡിൽ 80% ഉമേഷ് ആയതുകൊണ്ട് ഞാൻ വളരെ 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 ലാഘവത്തോടു കൂടിയാണ് എടുക്കാറ്. അപ്പം ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിരിച്ചു പോകും. എന്നാലും ഓർത്തിരിക്കുന്ന ഒരെണ്ണം ഷെയർ ചെയ്യൂ. അതിൽ ഞാൻ ഇന്റർവെൽ പഞ്ചിന്റെ ഒരു സീനുണ്ട്. ഞാനും അജു കൂടി വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഇടി കൂടുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ദിവസം ഷൂട്ട് പോയി ചിരിയാണ്. പക്ഷെ ഞങ്ങളുടെ കൾട്ട് ഫേവറേറ്റ് ഒരു സാധനമുണ്ട്, പയ്യന്നൂർ കോളേജിന്റെ വരാന്ത. ഓർമ്മയുണ്ടോ അത്? ഞങ്ങളുടെ മിസ്സുമാർക്ക് വേണ്ടിയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത്. ഓർമ്മയില്ലാന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും വീഡിയോ നിൽക്കുകയാണ്, ഇതെങ്ങാനും തെറ്റിയുണ്ടല്ലോ. ഇവന്മാരൊക്കെ കൂടി എന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ട്രോൾ ചെയ്ത് മികച്ച തീരുമാനം. ഓക്കെ, നമുക്ക് ആക്ച്വലി തട്ടത്തിന്മല
തട്ടത്തിൻമറയത്ത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആക്ച്വലി. തട്ടത്തിൻമറയത്തില് ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ച സ്റ്റെൻസിൽ ഓർമ്മയുണ്ടോ? സ്റ്റെൻസിലിനെ ആയിഷയുടെ സ്റ്റെൻസിൽ വരച്ചിട്ടുണ്ട്. ആ കുട്ടി നമുക്ക് ഇവിടെ ഇപ്പൊ പഠിക്കുന്നേ. സോ can we have her on stage? ഈ കുട്ടിയാണ് ഈ കുട്ടി. ഇവിടെ പഠിക്കാണോ? തേർഡ് ഇയർ. ഓ കൊള്ളാലോ, അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഇവിടെ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. The newest ചേട്ടന്റെ latest release ആയ Bethlehem കുടുംബ യൂണിറ്റ്. So, cake walking കഴിഞ്ഞു. Thank you so much once again. Me and Sarah, we just have a small gesture to show to you guys, and our film is all about that. Ready, Sarah? Yes. 1, 2, 3. Thank you. Okay. I'm very happy to be here with you all. Really, this is my first time in Kochi, by the way, and I'm very happy to be here for the song release with you all. And I know that my team has created the best, amazing song. This is my director Shashank sir, music director Bhairava sir, and producer S.S. Karthikeya sir, and Shogu sir. Yeah, thank you so much. And before I go, something special. Parth sir, I have learned so much by observing you. I'm actually truly blessed to work with you. And thank you so much for always encouraging me, guiding me, caring for me, and especially for the yummy food. Yeah. And I always wanted to say this in true Father style. In true Father style, I wanted to say something. Yeah, I want to say something. Yeah. Okay. Hey, money! Thank you so much. Era Mona.